ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ എക്യുപ്മെൻറ്റ്, നമ്മളുടെ ഈ മൈൻഡ് ബോഡി എക്യുപ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ ആഴ്ച നമ്മൾ കുറച്ച് ഡിസീസ് കണ്ടീഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്നാണ്. അപ്പോൾ സീരിയസ് ഡിസീസ് കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് നമ്മളുടെ മൈൻഡ് നോർമൽ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ചില കണ്ടീഷൻസ്, മെൻ്റൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അങ്ങനെയുള്ള ചെറിയ ഓരോ പേഴ്സണാലിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങളും അങ്ങനെയുള്ള ഒരു മൈൽഡായിട്ടുള്ള ഒരു കണ്ടീഷൻസ്, മെൻ്റൽ സ്റ്റേറ്റ് കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഏറ്റവും വൈഡായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നാർസിസിസം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഒരു മെൻ്റൽ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല. നാർസിസിസം എല്ലാവരിലും ഉണ്ട്. അത് നമ്മൾ വേണ്ട സമയത്ത് ഉപയോഗിക്കും. ആ ഒരു കമാൻഡിങ് പവറും ആ ഒരു നമുക്ക് ഡോമിനൻ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എല്ലാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വികാരങ്ങളും എല്ലാ ഫീലിങ്സും എല്ലാം നമുക്ക് എല്ലാം ആവശ്യം വേണ്ട അളവിൽ ആവശ്യമാണ്. പക്ഷേ അത് വേറൊരു ലെവലിലേക്ക് പോകുമ്പോഴാണ് അത് നമുക്ക് പ്രശ്നമായിട്ട് തീരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് നാർസിസിസം? അപ്പോൾ ഈ നാർസിസിസം എന്നുള്ളതല്ല മെൻ്റൽ സ്റ്റേറ്റ് ഒരു ഡിസോർഡർ. അത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് ഈ നാർസിസിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ. അതായത് അവർ അത് ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അത് നോർമൽ ലൈഫിൽ എപ്പോഴും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, അപ്പം നമ്മൾക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകാം. അതിനു മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് അവന് NPD ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ നമ്മളിത് മനസ്സിലാക്കുന്നത്? അതോ ഏത് രീതിയിൽ നമ്മൾ പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കാനാണോ? അല്ലെങ്കിൽ അവരെയും നമ്മളുടെ ഈ സമൂഹത്തിൽ അവർക്കും ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വ്യക്തി നാർസിസിസ്റ്റാണ് എന്ന് മനസ്സിലാക്കി, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതിൻ്റെ ആവശ്യകതയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഇതെന്താണ് ഈ ഒരു ഡിസോർഡർ, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ആ വ്യക്തിയായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് വെച്ചാൽ നമ്മളത് ബാധിക്കും, നമ്മളെ മെൻ്റലി അത് ബാധിക്കും. നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഉള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഡാമേജ് ഉണ്ടാവും ആ വ്യക്തിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ എങ്ങനെ ഇതെന്താണ് ഇത് സംഭവം, എന്താണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ? അപ്പം നിങ്ങളിതിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഇപ്പം ജനറലായിട്ടുള്ള യൂട്യൂബ്സൊക്കെ നോക്കിയാൽ പല ക്ലാസിഫിക്കേഷൻസൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞതുപോലെ, വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില ഡൗട്ട്സ്, നമുക്ക് സംശയങ്ങൾ, അതെന്താണത് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലല്ലോ, പക്ഷെ ഇത് കൺസിസ്റ്റൻ്റായിട്ട് അങ്ങനെയാണല്ലോ പറയുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് സെൽഫ് ഡൗട്ട് വരും. മനസ്സിലായോ? നമ്മൾക്ക് അത് ശരിയായൊരു രീതിയല്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഒരു റൈറ്റിയസ്നെസ് ഉണ്ട്, നമ്മളുടെ ഉള്ളിലൊരു ശരികളുണ്ട്.
അപ്പോൾ ആ ശരികൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ബ്രെയിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടാലും കേട്ടാലും അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയിലേക്ക് ചെന്നിട്ട് അത് അനലൈസ് ചെയ്യും, എന്നിട്ട് അതായിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ വ്യക്തികളുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് ചില സംശയങ്ങൾ വരും. അത് നോർമൽ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ബിഹേവിയർ ആണല്ലോ, അതെന്തുകൊണ്ടാണ് അതങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ആ വ്യക്തി പറഞ്ഞിട്ട് അത് വേറൊരാൾ അറിഞ്ഞു, അങ്ങനെ അത് പുറത്ത് മുഴുവനും അറിഞ്ഞു. ഈ വ്യക്തി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് മുഴുവനും എല്ലാവരും അറിഞ്ഞു, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊരു കൺട്രോളിങ് ആണത്, അല്ലേ? അപ്പം അങ്ങനെ ഒരു കൺട്രോളിങ് അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന, എന്നിട്ട് നമ്മളെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരവസ്ഥ. ഈ NPD ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് കൺട്രോളിങ് ആയിരിക്കും. അവർക്ക് ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഉള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യും. അപ്പം ആ വ്യക്തികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ആ ടാർഗറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കണമല്ലോ. ഇപ്പം നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മളുടേതായ ഒരു ജേണിയുണ്ട്, അല്ലേ? നമ്മളുടേതായ ഇഷ്ടങ്ങളുണ്ട്, നമ്മളുടേതായ രീതികളുണ്ട്, നമ്മളുടേതായ ഒരു ഹാബിറ്റൊക്കെ ഉണ്ട്, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടായേക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പം വേറൊരു വ്യക്തിയായിട്ട് ചേരുമ്പോൾ, ഒരു ഫാമിലി ആയിട്ട് ചേരുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഒരു ഇതിൽ നമ്മൾ അവിടെയും ശരിയാകണം, ഇവിടെയും ശരിയാകണം, അങ്ങനെ എല്ലാം ശരിയായി പോകുന്ന രീതിയിലാണ് അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അപ്പം ഹസ്ബൻഡും വൈഫും റിലേഷൻഷിപ്പ് വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടേഴ്സും രീതികളും ആ ഒരു പേഴ്സണാലിറ്റിയും വൈഫ് ഉൾക്കൊള്ളുകയും വൈഫിൻ്റെ പേഴ്സണാലിറ്റിയും ആ ക്യാരക്ടറും വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എല്ലാം ഹസ്ബൻഡ് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നത്. അതേ സമയത്ത് ഒരു നാർസിസിസ്റ്റിക് NPD ഉള്ള ഒരു വ്യക്തിയുടെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ വ്യക്തി, ഇപ്പോൾ ഹസ്ബൻഡ് NPD ഉള്ള ആളാണ്, വൈഫിനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഹസ്ബൻഡിനെ എൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് ഈ വൈഫിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് വൈഫിൻ്റെ ഇവർ എക്സ്ട്രീം ഇതിലേക്ക് പോകും. ചെറിയ രീതി, ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള നാർസിസം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഡിസോർഡർ ഉള്ള ആൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ആ വ്യക്തിയുടെ റിയാലിറ്റിയിൽ നിന്ന് മാറ്റിക്കളയും ആദ്യം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെയിൻ വാഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ ഈ വ്യക്തിക്ക് ചെറിയ ചെറിയ രീതിയിൽ ഉള്ള മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ, ഈ നാർസിസിസ്റ്റ് NPD ഉള്ളൊരു വ്യക്തിയെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാറ്, ഈ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി ആയിട്ട് വരുന്ന ശോഭനയുടെ ഒരു ഇതാണ്. അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഈ സുരേഷ് ഗോപിയുടെ എല്ലാ രീതികളും ടൈമിങ്ങും, എത്ര സമയം ഉറങ്ങും, എപ്പോൾ എഴുന്നേൽക്കും, എന്താണ് അതിൻ്റെ ഇതുകളെന്നൊക്കെ നാഗവല്ലിക്ക് കറക്റ്റായിട്ട് ടൈമിങ് അറിയാം എന്ന് അതിൽ മോഹൻലാൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാൽക്കുലേഷനും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഒരു പഠനം നടത്തി വെച്ചിട്ടുണ്ടാവും ഈ NPD ഉള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾ. ഓക്കെ, ഭയങ്കരമായിട്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്കിൽ മാത്രമാണ് ഈ വ്യക്തിക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ ഒരു എക്യുപ്മെൻ്റായിട്ട് യൂസ് ചെയ്ത് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം
ചെറിയ ആദ്യം ഇവർ നമ്മൾ ഈ ടാർഗറ്റിനെ അപ്രോച്ച് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചാമിങ്ങും വളരെ അട്രാക്റ്റീവായിട്ടും വളരെ നമ്മൾ എന്താണോ എന്ന് വെച്ചാൽ ഇവർ നമ്മൾ വിചാരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവർ നമ്മളെ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വന്നിട്ട് പിന്നെ ഇവർ ഈ കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് നമ്മളുടെ സ്ട്രെങ്ത്തും നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ഒരു ഡ്രീംസും ഒക്കെ വെച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ ആ ഒരു പേഴ്സണാലിറ്റിയാണ് ഇവർ കാണിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ഡ്രീം വേൾഡ്, ഒരു ഫെയറി ടെയിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഈസ് ഇറ്റ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വേറൊരു ഡ്രീം വേൾഡിലേക്ക് പോയ പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും. ഇത് പോസിബിൾ ആണോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇവർ ഈ 8 കാലി വല വിരിച്ചിട്ട് ഈ ഇൻസെക്റ്റ് ഈച്ചനെ പിടിക്കുന്നത് പോലെ വീണു, നമ്മൾ അവരുടെ ആ വലയിൽ വീണു. പിന്നെ ഇവർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു വിക്ടിമിനെയാണ് ഇവർ എടുക്കുക. മനസ്സിലായോ? അതായത് ഇവർ അസസ് ചെയ്ത് ഇവരുടെ കുറേ അസസ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മളെ സെലക്ട് ചെയ്യുക. ഇതൊന്നും ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണതായിരിക്കില്ല, ഇൻറ്റൻഷനലി അല്ല ഇവർ ചെയ്യുന്നത്. ദേ ആർ ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവർ ഓരോ വ്യക്തികളെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഈ വ്യക്തിനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് ഇവർ പറയുന്നത് ഈ വ്യക്തി കേൾക്കും. അപ്പം നമ്മൾക്കൊരു ഇതുണ്ടല്ലോ, നമുക്കൊരു സത്യമുണ്ട്, ഒരു നീതിയുണ്ട്, ഒരു ധർമ്മമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവർ പറയുന്നത് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അപ്പം പക്ഷേ ഇവർ ഈ നമ്മളോട് പറയുന്നതും നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല ഇവർ പുറത്ത് കാണിക്കുന്നത്. ഓക്കെ, പുറത്ത് ഇറങ്ങിയിട്ട് പുറത്തുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവർ വേറൊരു രീതിയിലുള്ളൊരു പേഴ്സണാലിറ്റിയും വേറൊരു ആംഗിളുമായിരിക്കും ഇവർ നമ്മളെക്കുറിച്ചും നമ്മളുടെ സംസാരത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. ഓക്കെ, അതും മറ്റുള്ളവർക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരിക്കും ഒരു ഇമേജ് അവർ പുറത്തുണ്ടാക്കിയെടുക്കുക. അത് അവനവനെക്കുറിച്ച് NPD ഉള്ള വ്യക്തിയെക്കുറിച്ചും നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കും. ഒപ്പം ഈ വിക്ടിമായിട്ട് കീപ്പ് ചെയ്യുന്ന, അതായത് ഭാര്യയെ, ഇപ്പോൾ ഹസ്ബൻഡ് NPD ആണെങ്കിൽ ഭാര്യയെക്കുറിച്ച് മോശമായിട്ട് വൾണറബിളായിട്ടുള്ള കഥകളായിരിക്കും പുറത്ത് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രശ്നമില്ലാതെ ഇതിന് രക്ഷപ്പെടണം. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ഇവർ അതിനുള്ള എല്ലാ ഇതുകളും മെനഞ്ഞു വെച്ചിട്ട് മാത്രമാണ് ഓപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ വ്യക്തി, ഇപ്പോൾ നമ്മൾ NPD ഉള്ള വ്യക്തിയുടെ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. ഇനി വിക്ടിം എന്താണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ വിക്ടിം ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വിക്ടിമിനെ പടിപടിയായിട്ട് ഇത് എന്തോ ശരിയല്ല എന്നിങ്ങനെ ഉള്ളിൽ തോന്നും. പക്ഷേ ഈ NPD ഉള്ള ഹസ്ബൻഡിൻ്റെ ആ പെരുമാറ്റവും സ്നേഹവും കാണുമ്പോൾ അതെൻ്റെ തോന്നലാണ് എന്ന് എക്സ്പ്ലനേഷൻ ഇവർ സ്വയം കൊടുക്കും. ഓക്കെ, വീണ്ടും പല കാര്യങ്ങളും മുന്നിൽ വരുമ്പോൾ, ഇപ്പം റിലേറ്റീവ്സായിട്ട് സംസാരിക്കുമ്പോൾ, പുറത്ത് നമ്മളുടെ തന്നെ ഫ്രണ്ട്സായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇവർ നമ്മളുടെ പാരൻസ്, നമ്മളുടെ റിലേറ്റീവ്സ്, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ എല്ലാം പഠിച്ചു വച്ചിട്ടുണ്ടാവും. എല്ലാം മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, എന്തെല്ലാം ചരടുകൾ എവിടെയൊക്കെ നമ്മൾ കണക്റ്റഡ് ആയിട്ടുണ്ട് അതെല്ലാം മുറിക്കണം, അവിടെയൊക്കെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അവർ ഐസൊലേറ്റ് ചെയ്ത് കളയും. അതായത് നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവർ നമ്മളെ എത്തിക്കും. അതാണ് വിക്ടിമിൻ്റെ ഒരവസ്ഥ. ഓക്കെ, പക്ഷേ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവർ കാണിക്കുന്ന ആ ഒരു അധികമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനത്തിൽ ഈ വിക്ടിം ഭാര്യ ഇത് ഒരു
അതെൻ്റെ തോന്നൽ മാത്രമാണ്, എന്ത് നല്ല മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കും. ഓക്കെ, ബട്ട് ഇൻ ഇഫക്റ്റ് ആ വൈഫിൻ്റെ മെൻ്റൽ ഹെൽത്ത് കംപ്ലീറ്റ്ലി പോയേക്കാണ് ഇപ്പം. അതിനി യാതൊരു രീതിയിലും തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലേക്ക് അത് പോകും. ഓക്കെ, അതങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു നമ്മളീ പറഞ്ഞ പോലെ ബ്രെയിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എത്തിക്കഴിയുമ്പം നമ്മൾ തിരിച്ചറിയും, ഇത് എൻ്റെ പ്രശ്നമല്ല, ഇത് ഈ വ്യക്തിയുടെ പ്രശ്നമാണ്. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് തിരിച്ച് നമ്മൾ വരുമ്പോൾ അപ്പോഴത്തേക്കും ഈ പൂർണ്ണമായിട്ട് ഇവർ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾക്കെതിരാക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ പറയുന്നത് ഒരാളും വിശ്വസിക്കില്ല, ഈ വ്യക്തി പറയുന്നതേ വിശ്വസിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കും, ഈ വിക്ടിം ആയിട്ടുള്ള ഈ വൈഫിന് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി ഇങ്ങനെയുള്ള എക്സ്ട്രീം അവസ്ഥയിലേക്ക് പോകുന്ന വ്യക്തികൾ സൂയിസൈഡ് ചെയ്ത് കളയും, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പോയിട്ട് അവർ വേറൊരു അവസ്ഥയിലേക്ക് പോകും. ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ 2 രീതികളും ആണ് സംഭവിക്കാൻ സാധ്യത. ഒന്നില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ മെൻ്റൽ ഹെൽത്ത് പോകും. പിന്നെ അവർക്ക് ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെന്ന് വരാം. അത് ഏത് സമയത്ത് ഏത് സ്റ്റേജിൽ അത് തിരിച്ചറിഞ്ഞ് പുറത്തു വരുന്നോ അതനുസരിച്ചിട്ടിരിക്കും നമ്മൾ തിരിച്ചു വരുന്നതും നമ്മളുടെ പിന്നീടുള്ള ഫ്യൂച്ചറും. ഓക്കെ, അപ്പം ഇത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി, ഈ വ്യക്തി ഉണ്ടാക്കുന്ന ഡാമേജ് നമ്മൾ ഇത് പുറത്തുനിന്ന് നമ്മൾ ആരൊക്കെ എന്തൊക്കെ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് ഇപ്പോഴും കൗൺസിലിംഗ് അതുപോലുള്ള കൗൺസിലേഴ്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാലും നമ്മളത് കേൾക്കില്ല. വൈഫ് ഈ വിക്ടിം കേൾക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടിം ഈ ഭർത്താവിൻ്റെ ആ സ്നേഹത്തിൽ വീണു പോവും. മനസ്സിലായോ? അപ്പം അത്രയും ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു മാനിപ്പുലേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വൈഫ് എപ്പോഴും പിന്നെ ഇവർ ചേഞ്ച് ആയി തുടങ്ങും. പിന്നെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു, ഇനി ഈ വ്യക്തിയെ ആവശ്യമില്ല എന്നുള്ളൊരിത് വരുമ്പോഴേക്കും ഇവരുടെ ക്യാരക്ടർ ചേഞ്ച് ആയി തുടങ്ങും. ഈ NPD ഉള്ള ആൾക്കാരുടെ ക്യാരക്ടർ ചേഞ്ച് ആയി തുടങ്ങും. ആ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ആണ് മിക്കവാറും വിക്ടിമിന് ആ ഒരു റിയലൈസേഷൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ വിക്ടിം സംസാരിക്കും, എന്തുകൊണ്ട് ആ പഴയ സ്നേഹമില്ല, ആ പഴയ ഇത് എന്നോടില്ല, അങ്ങനത്തെ ഒരു ഇത് വരും. അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ ബിക്കോസ് ഈ NPD ഉള്ള വ്യക്തി ആദ്യം കാണിക്കുന്ന സ്നേഹവും ആ ഒരു ഇതും എല്ലാം ഈ വ്യക്തിയെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വല നെയ്യൽ മാത്രമാണ്. ഓക്കെ, ആ ഒരു പുള്ളിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ സെൽഫിഷായിട്ട് മാത്രം ചിന്തിക്കുന്ന, യാതൊരു രീതിയിലുള്ളൊരു കൈൻഡ്നെസ്സോ ഒരു ദയയോ ഒരു സിമ്പതിയോ ഒന്നുമില്ലാത്ത ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തിയുടെ, ഈ NPD ഉള്ള ഈ ഹസ്ബൻഡിൻ്റെ ഒരു റിയൽ ക്യാരക്ടർ. പക്ഷെ ആദ്യം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണ്. അപ്പോൾ തിരിച്ചെന്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ആദ്യം ഉണ്ടായ ഒരു ക്യാരക്ടറാണ് എനിക്കിഷ്ടം, അതിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല, നിങ്ങൾ റിയൽ ആകും. പക്ഷെ അത് അങ്ങനെയാണ് ഭാര്യയ്ക്ക് തോന്നുക, പക്ഷേ അത് റിയൽ അല്ല. അത് ഇവർ ഇതിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് അതൊരിക്കലും തിരിച്ചു വരില്ല. ഓക്കെ, ബിക്കോസ് ദേ ആർ റിയൽ. അത് അവരുടെ ആവശ്യങ്ങൾക്ക് വരുന്ന ആ സമയത്ത് വരുന്ന അവരുടെ ആ ഒരു അവരുടെ ഹോർമോണൽ ആ നെറ്റ്വർക്കിംഗ് അങ്ങനെയാണ്, അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ സമയത്ത് അവർക്ക് ആ കംപ്ലീറ്റ് ആ ഒരു എല്ലാ ക്രിയേറ്റിവിറ്റിയും വരും, അവരുടെ എല്ലാ ചാമിങ്ങും അതെല്ലാം വന്നിട്ട് അവർ ആ ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു ചാമിങ്, ആ ഒരു അതിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതുകളും അന്നേരം വരും. അത് പക്ഷേ അന്നേരം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ദേ വിൽ ബി ഡിഫറെൻറ്റ്. അപ്പം നമുക്ക് ഒരു നാർസിസിസ്റ്റ് ആണോ അതോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണാലിറ്റിക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. നമ്മളോട് കാണിക്കുന്ന വളരെ ഇതായിട്ട് സ്നേഹപ്രകടനങ്ങളും ഒക്കെ കാണിക്കുന്നത് അത് ആദ്യത്തെ ആ ഒരു ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ.
പിന്നെ ഇവർ പലപ്പോഴും നമ്മൾ ഇവരുടെ ആ മുഖം കാണും, അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ ഇവരുടെ റിയൽ ഫേസ് നമ്മൾ കാണുമ്പോഴാണ് സംശയം വരുന്നത്. പക്ഷേ നമ്മൾ ആ വരുന്ന സംശയത്തെ നമ്മൾ അടക്കും. എന്ന് വെച്ചാൽ ഇവർ അതിന് ശേഷം അവർ പിന്നെയും സ്നേഹം കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകരുത്. അപ്പം നമ്മളുടെ അടുത്ത് നിന്ന് വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അവർ പതിയെ അവരുടെ റിയൽ ഫേസ് കാണിച്ചു തുടങ്ങും. അപ്പോഴാണ് മിക്കവാറും നമ്മൾ ഈ വിക്ടിംസ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഒരു പരിധിവരെ ജനറലായിട്ട് എന്താണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ റിലേഷൻഷിപ്പിലാണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ NPD ഉള്ള ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുന്നതാണ് വേറൊരു വ്യക്തിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ പെട്ടുപോകുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കൺസിസ്റ്റൻസിയാണ് നോക്കുക. പിന്നെ 2 കൺട്രോളിങ് ഒക്കെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും ആയിട്ട് നല്ല ബന്ധം വെച്ചിട്ട് അവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റുന്ന, അതൊക്കെ ഒരു വിക്ടിമായിട്ടിരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റം ചുറ്റുമുണ്ടാകുന്നുണ്ടോ? പിന്നെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിന് കൺസിസ്റ്റൻസി, ഓവറായിട്ടുള്ള സ്നേഹം, ആ സ്നേഹം വരുന്നത് അതേപോലെ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടോ, അത് കീപ്പ് ചെയ്യുന്നുണ്ടോ, അതോ അത് ഇങ്ങനെ ഒരു ആ ഭയങ്കര ഇതായിട്ടുള്ള ഒരിതും പിന്നെ വേറൊരു മുഖവും, നമ്മൾക്ക് സ്ട്രേഞ്ചായിട്ട് തോന്നുന്ന വേറൊരു മുഖവും അതിനിടയിൽ വരുന്നുണ്ടോ എന്നും ഉള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള വ്യക്തികളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ കൂടുതലും മാനിപ്പുലേഷനാണ് ഇവർ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറാവാം, നമ്മളുടെ ഫ്രണ്ട്സ് ആവാം, നമ്മളുടെ റിലേറ്റീവ് ആകാം, ഈവൻ നമ്മുടെ പാരൻ്റ് ആകാം. അപ്പം ഇവർ എല്ലാവരും ഈ ഓരോ റോളിലും അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് മെയിനായിട്ടുള്ളത് മാനിപ്പുലേഷൻസ് ആണ്. ഈ മാനിപ്പുലേഷൻ എങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അതായത് ശ്രദ്ധിക്കുക, നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു ഫാക്റ്റ് തന്നെയാണോ, അത് ഈ വ്യക്തി നമ്മളായിട്ട് ബന്ധമുള്ള വേറൊരു വ്യക്തികളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ, അവരായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അവരായിട്ടും സംസാരിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള സംസാരം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരം നടന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ ക്ലാസിഫിക്കേഷൻ പല രീതിയിൽ പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഹിഡൻ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റാത്ത നാർസിസിസ്റ്റിക് NPD ഉള്ള ആൾക്കാരാണ് കുറച്ച് നമുക്ക് സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. ആ ഒരു ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് ഇവർ യൂസ് ചെയ്യുന്ന മെയിൻ ടൂള് മാനിപ്പുലേഷനാണ്. പിന്നെ ക്യാരക്ടറിലുള്ള ഇൻകൺസിസ്റ്റൻസീസ്, പിന്നെ കൺട്രോളിങ്, ഇത്രയും കാര്യങ്ങൾ ആണ് ഇവർ ഉപയോഗിക്കുക. പിന്നെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏത് രീതിയിലുള്ള മാനിപ്പുലേഷനും ഇവർ ചെയ്യും. അപ്പം ഒരു കാരണവശാലും ഇവർക്കൊരു ദയയോ കരുണയോ ഉണ്ടാവില്ല, സിമ്പതി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ആ വിക്ടിം എന്ത് ഇതേ കൂടി കടന്നു പോയാലും, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന വളരെ ഇതായിട്ട് ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നിങ്ങളുടെ സങ്കടം ദുഃഖം കണ്ടിട്ടെങ്കിൽ ഈ മനുഷ്യൻ മാറും എന്ന് വിചാരിച്ചാൽ അങ്ങനെ അതാണ് അടുത്ത ലക്ഷണം. എത്ര നിങ്ങൾ ദുഃഖിക്കുന്നു, എത്ര നിങ്ങൾ അനുഭവിക്കുന്നു, അതൊന്നും കണ്ടാലൊന്നും ഈ വ്യക്തിക്ക് ഒരു കുലുക്കം ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കി നമുക്ക് ഇങ്ങനത്തെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി
വ്യക്തിയെ സ്പോട്ട് ചെയ്യാം. വേറെ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഉണ്ട്. അതും കാരണങ്ങളാകാം. അപ്പം NPD ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് മെയിനായിട്ട് കൺട്രോളിങ്, മാനിപ്പുലേഷൻ, പിന്നെ അവർക്ക് ദയോ സിമ്പതിയോ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ വിക്ടിം ഏത് എക്സ്ട്രീം അവസ്ഥയിൽ കൂടി, പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോയാലും അവർക്ക് യാതൊരു ഫീലിംഗും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മനസ്സിലാക്കാൻ കഴിയും. Hope you enjoy the session. See you next week.